അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ ദിവസത്തിലാണ്. നമ്മുടെ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് വ്രതാനുഷ്ഠാന മാസത്തെ സംബന്ധിച്ച്, റമദാൻ മാസത്തെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന അറിവുകൾ ഗഹനങ്ങൾ തന്നെയാണ്. നമ്മൾ ചിന്താർഹമായ കാര്യങ്ങൾ തന്നെയാണ്, ചിന്തിക്കേണ്ടതുമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അത്രത്തോളം പ്രതിഫലങ്ങൾ നേടാവുന്ന പരിശുദ്ധ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഈ ദിനരാത്രങ്ങളെ സജീവമാക്കാം? ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന ഉപദേശങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനകളിൽ കഴിയുക. അപ്പോൾ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് നമ്മുടെ പതിവ് ജോലികളൊക്കെ നമുക്ക് നിർവഹിക്കുന്നതിനോടൊപ്പം സന്ദർഭം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് നമുക്ക് ദുആ ചെയ്യുവാൻ ഉള്ള അവസരം ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ആട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ ആട്ടോയിൽ ആ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഓടിക്കാത്ത സമയങ്ങളിലൊക്കെ മറ്റിതര വിഷയങ്ങളും കാര്യങ്ങളിലോട്ടും തിരിയാനിട വരാത്ത നിലയിൽ നമുക്ക് അല്ലാഹുവുമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കാൻ കഴിയും. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് പോകുന്ന ആളുകൾക്ക്, അതുപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ഒക്കെ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്നതിനുള്ള അവസരം നാം കണ്ടെത്തുക. അതിലൂടെ വിശ്വാസവർദ്ധനവ് വരുത്തുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക. ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു എങ്കിൽ നന്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ നിറയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതും അതുതന്നെയാണ്. നമ്മിൽ നിന്നും ആ നന്മകൾ ഇങ്ങനെ പ്രവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹു നമ്മളെ സജ്ജമാക്കുന്ന ഒരു പരിശീലന സമയമാണ് ഈ 30 ദിനരാത്രങ്ങൾ. അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി, സാമീപ്യം കൂടുതൽ കരസ്ഥമാക്കുന്നതിന് സംശുദ്ധമായ ഉദ്ദേശത്തോടെ വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെടുക. വ്രതാനുഷ്ഠാന വേളയിൽ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അകലുക. ഇപ്പം നോമ്പ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി എല്ലാം അള്ളാഹുവുമായി കൂടുതൽ അടുക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ നമ്മെ ഒരുക്കിയെടുക്കുക എന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. മറ്റുള്ളവരോട് ദയയോടും ഔദാര്യത്തോടും പെരുമാറുക. ദാനധർമ്മ പ്രവർത്തനങ്ങളിലൂടെയും സഹായം ആവശ്യമുള്ളവരെ സഹായിച്ചുമാകാം. ഇതൊക്കെ കഴിഞ്ഞ റമദാനിൽ തന്നെ അടുത്ത 11 മാസം കഴിയുമ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു മാസത്തെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടതായി വരും. അപ്പോൾ ആ മാസത്തെ സജീവമാക്കുന്നതിന് വേണ്ടി 11 മാസത്തെ അധ്വാനം മാറ്റിവെച്ച് ഈ ഒരു മാസക്കാലം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം
സമൂഹത്തിൽ നിർധനരായ, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുവാനുള്ള ഒരു വാഞ്ചയോടുകൂടി ഈ 11 മാസക്കാലം ഉപയോഗപ്പെടുത്തിയവർക്ക് ഈ 12-ാം മാസം സജീവമാക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇക്കഴിഞ്ഞ 11 മാസം നഷ്ടപ്പെടുത്തി കളഞ്ഞവർക്ക് ഈ ഒരു മാസവും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകളെ നാം ഓരോരുത്തരും സ്വീകരിക്കുകയാണെങ്കിലാണ് നമുക്കിതിനെ സജീവമാക്കാൻ കഴിയുന്നത്. ആക്ഷേപകരമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അഥവാ പരിതസ്ഥിതികൾ ഒഴിവാക്കുക. നമ്മൾ ഏറ്റവും സംശുദ്ധമായ നിലയിലുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. ആക്ഷേപമുണ്ടാകുന്ന, മോശമാകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു സാഹചര്യത്തിലും നമ്മൾ ചെന്ന് പെടരുത്. ക്ഷമയും സ്വയം നിയന്ത്രണവും പരിശീലിക്കുന്നതിലൂടെ ഒരാളിൻ്റെ വികാരങ്ങൾക്കും സ്വഭാവത്തിനും കടിഞ്ഞാൻ ഇടാൻ കഴിയും. വിശിഷ്യ കോപം, ഇച്ഛകൾ, വികാരങ്ങൾ മനുഷ്യനെ ഭരിക്കുന്ന പൈശാചിക ശക്തി പ്രകടനങ്ങളാണ്. നമ്മിൽ കുടികൊള്ളുന്ന കോപം, നമ്മളുടെ ഭാര്യ പറയുന്നത് നമുക്കിഷ്ടമാകത്തില്ല, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടമാകില്ല. ഇനി ഈ മാതാപിതാക്കൾ രണ്ടും കൂടെ കടിപിടി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, ഇവർക്ക് ഉള്ളിൽ ഇവരുടെ മക്കളായിപ്പോയല്ലോ എന്ന് കരുതി വിഷമിക്കുന്ന മക്കൾ, അങ്ങനെ മക്കൾ തമ്മിൽ പ്രശ്നം. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും തുടക്കം ഉണ്ടാകുന്നത് കോപത്തിൽ നിന്നാണ്. മനുഷ്യന് കോപം വരിക. ഈ കോപത്തിൻ്റെ പ്രകടനം വരുന്നത്, അതിൻ്റെ പ്രതിഫലനം വരുന്നത് അവനിൽ പൈശാചിക ശക്തി അതിജയിച്ചു നിൽക്കുന്നു എന്നാണ്. ആ പൈശാചിക ശക്തിയാണ് അവനിലേക്ക് ആ കോപത്തെ കൊണ്ടുവരുന്നത്. ഈ കോപത്തെ നിയന്ത്രിക്കുന്നതിന് അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ വളരെയധികം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കോപം നിങ്ങളെ അതിജയിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. കോപം വരുന്നുവെങ്കിൽ പിശാച് നമ്മളിലേക്ക് കടന്നു കയറുകയാണ്. അവൻ ഭരിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ശരീരത്തെ. ആദ്യം അവൻ നിയന്ത്രണത്തിലെടുക്കുന്നത് കോപം വന്നു കഴിഞ്ഞാൽ നാക്കിനെ ആയിരിക്കും. നാക്കുകൊണ്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയിപ്പിക്കും അവൻ. പറഞ്ഞു, നിങ്ങൾ കോപം വരികയാണെങ്കിൽ നിങ്ങൾ നാക്കിനെ ബന്ധിച്ച് കളയുക, മൗനമാവുക. അതുകൊണ്ടും നമ്മുടെ ആ വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് കളയണം. ഇരുന്നിട്ടും കഴിയുന്നില്ല എങ്കിൽ നിങ്ങളൊരു വശം ചരിഞ്ഞ് കിടന്നു കളയണം. എന്നാലും ആ കോപത്തിന് വിധേയമായി ഒന്നും പറയാത്തതല്ലേ. ഇതിൽ നിന്നും മറ്റൊരു വഴിയും കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട പൈശാചിക ശക്തിയാണ് നിങ്ങളെ ഇത് പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് തകർന്നടിഞ്ഞു പോകുന്ന ആ കുടുംബത്തെ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്താണ്? അല്ലാഹു തആല ഒരു ഭാര്യയും ഭർത്താവിനെയും ഭൂമിയിൽ നിശ്ചയിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, അനുവദിക്കുമ്പോൾ, ഹലാലായ നിലയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ, ശാന്തിയോടെ, പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നതിന് വേണ്ടി ഒരു സ്വർഗീയ ഭവനമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിളനിലമായിരിക്കണം. മാതാവും പിതാവും അടങ്ങുന്ന കുടുംബത്തിൽ സമാധാനം സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന സന്താനങ്ങളും സമാധാനകാംക്ഷികളായിരിക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് മാതാപിതാക്കളുടെ ഉത്തമമായ പ്രവർത്തനങ്ങൾ കണ്ടു വളരുന്ന ആ മക്കളിലേക്കും ആ പ്രസരിപ്പ് ഉണ്ടായി വരുന്നതാണ്. ഇത്തരത്തിൽ ഒരു സമാധാന ഗേഹത്തിന് പകരം 99% ഗ്രഹങ്ങളിലും അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും അത്തരത്തിലുള്ള ആളുകളും ഒക്കെ ഇതിനൊക്കെ വശംവദരായി പോകുന്നു. ഈ ഇസ്ലാമിക പ്രിൻസിപ്പിൾസ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ മസ്തിഷ്കങ്ങളിൽ, നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തങ്ങളിലേക്ക് നിങ്ങൾ പ്രവഹിപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പൈശാചിക ശക്തികൾ കടന്നു കയറി ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെ കീഴ്പ്പെടുത്തി കളയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അല്ലയോ പ്രവാചകരെ, അങ്ങേക്കും ഈ പിശാച് നിങ്ങളുടെ രക്തത്തിലൂടെ ഓടുന്നുണ്ട്? ഉണ്ട്, പക്ഷേ അതിനെ ഞാൻ മുസ്ലിമാക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ എല്ലാ വൈകാരികമായ പ്രകടനങ്ങളെയും നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള മാസമാണ് ഈ മാസം. അതുകൊണ്ട് കോപത്തെ കൺട്രോൾ ചെയ്തുകൊള്ളണം.
പിന്നീട് ഇച്ഛകൾ, ശരീര ഇച്ഛകൾ. എനിക്ക് ഇന്ന സാധനങ്ങൾ കഴിച്ചാലേ എനിക്ക് ശരിയാവൂ. ചില ആളുകൾ ഭയങ്കര വീമ്പിളാക്കി പറയുന്നത്, ഞാൻ അതേ കഴിക്കൂ, ഞാൻ ഇതേ കഴിക്കൂ, എനിക്ക് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവന് ആ ഇച്ഛകൾ, അവൻ്റെ ആ ആഗ്രഹങ്ങൾ അവനെ പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. അല്ലാഹു തആല തരുന്നത് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അത് സംതൃപ്തമായ നിലയിൽ അവൻ എനിക്ക് നൽകിയ ആഹാരമെന്ന നിലയിൽ സംതൃപ്തിയോടുകൂടി അത് കഴിക്കുവാൻ. അതുപോലെ നമ്മുടെ ഭാര്യമാർ ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ നമുക്ക് വ്രതാനുഷ്ഠാനത്തിനായിട്ടുള്ള ആഹാരങ്ങൾ സായം സന്ധ്യകളിലും രാത്രികളിലും അതുപോലെ പ്രഭാതങ്ങളിലുമൊക്കെ ഒരുക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അത്തരത്തിലുള്ള നമ്മുടെ മാതാക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടതാണ്. അവർ ഈ ആഹാരം ഒരുക്കി നമ്മുടെ മുമ്പിലേക്ക് അത് എത്തുമ്പോൾ അവർ ഒരു നോമ്പ് തുറപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു നോമ്പ് പിടിപ്പിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു വ്രതാനുഷ്ഠാനം നിർവഹിച്ച കൂലി അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിറഞ്ഞ സംതൃപ്തിയോടെ ആയിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള ആഹാരം തയ്യാറാക്കി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് കൊടുത്ത് ആ നിലയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ബോധ്യമാകുമ്പോൾ രണ്ടുപേരെയും കൂടെ കിട്ടുമെങ്കിൽ കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിക്കാനുള്ള ഇത് ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ച് നന്മയുടെ വാതായനങ്ങൾ കൂടുതൽ കൂടുതൽ തുറന്നിടുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇച്ഛകളെ നമ്മൾ നിയന്ത്രിച്ചു കൊള്ളണം. എനിക്ക് ഇന്ന സാധനം ഉണ്ടെങ്കിലേ ഞാൻ നോമ്പ് പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചില സഹോദരിമാർ ആ സാധനം വന്ന് കിട്ടാതെ കണ്ട് അവർക്ക് ആ നോമ്പ് പിടിക്കാതിരുന്ന സഹോദരിമാരെ വരെ നമുക്കറിയാം. കാരണം അവർ പറഞ്ഞു ഇന്ന് നോമ്പ് ഈ ഒന്നാം നോമ്പിന് ഇന്ന ആഹാരം തന്നെ വേണം, അതാണ് ഞങ്ങളുടെ ചിട്ട. അത് കിട്ടിയില്ല മാർക്കറ്റിലെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ നോമ്പ് പിടിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് ഈ സമൂഹത്തിലെന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെ വികാരങ്ങൾ, നമ്മുടെ വികാരങ്ങളെന്ന് പറയുന്നത് എങ്ങോട്ട് തിരിയുമെന്നറിയാത്തില്ല. അത് നിയന്ത്രണമില്ലാത്ത പടക്കുതിര പോലെയാണ്. കടിഞ്ഞാണില്ലാത്ത പടക്കുതിര എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ വികാരങ്ങളെ സ്നേഹം, കാരുണ്യ, ദയാവായ്പ്, അനുകമ്പ, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഇത്തരത്തിലുള്ള വികാരങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുകയും മറ്റുള്ളവരോട് അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, അവർക്ക് എന്തെങ്കിലും വിപത്ത് സംഭവിക്കണമെന്നുള്ള ഉൾക്കാമ്പിലെ ആ ആഗ്രഹം, കാരണം ശത്രുത കൂടി കുത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം മോചനം നേടി നമ്മളൊരു പരിശുദ്ധമായ ഒരു നല്ല മനുഷ്യനായി, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതിനിധിയായി, അവൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും സേവനം ചെയ്യുന്നവനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഈ വ്രതാനുഷ്ഠാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ഈ പരിശുദ്ധമായ റമദാൻ മാസം 1 മുതൽ 15 വരെ തമിഴ്നാട്ടിലുള്ള അനന്തപെരുമാൾ നടനൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രസ്റ്റിൻ്റെ ആസ്ഥാനത്ത് നമ്മൾ നിർമ്മിച്ച് സൗകര്യപ്പെടുത്തിയിരിക്കുന്ന മസ്ജിദ് നൂറിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഈ വിനീത സഹോദരൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ റമദാൻ 16 മുതൽ പെരുന്നാൾ ദിനം വരെ നൂറുൽ ഇസ്ലാം മസ്ജിദിൽ മാത്രയിലായിരിക്കും ക്യാമ്പ്. എല്ലാ കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ 2 മസ്ജിദുകളിലേക്ക് ഈ പറയുന്ന തീയതികളിൽ എത്തിച്ചേർന്ന ആത്മീയ സായുജ്യം നേടാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്നവരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.